Hello all, welcome to Competitive Cracker. എൻ്റെ പേര് കാവ്യ. ഇന്ന് നമ്മൾ സെറ്റിൻ്റെ ജനറൽ പേപ്പറിൽ വരുന്ന സൈക്കോളജി പോർഷനിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്താലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകുക എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, ഏതൊക്കെ ടോപ്പിക്സിനാണ് വെയിറ്റേജ് കൂടുതലുള്ളത് എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കാൻ ശ്രമിക്കുക. അതുകൂടാണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ഒരു കണ്ടന്റിനല്ല കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ 4 ഓപ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് ആയിട്ടാണ് നമ്മൾ PYQ അനാലിസിസിനെ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, according to Piaget's theory of cognitive development, the ability to use signs and symbols to represent the objects and events is a characteristics of which stage? അതായത് പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഓരോരോ സ്റ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഏത് സ്റ്റേജിലാണ് ഒരു കുട്ടി സൈൻസ് ആൻഡ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് ആ കുട്ടിക്ക് ചുറ്റിനുമുള്ള സറൗണ്ടിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ. ഇത് 4 പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ വരുന്ന 4 സ്റ്റേജസ് ആണ്. അപ്പോൾ ഈ 4 സ്റ്റേജസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഈ ചോദ്യത്തിന്റെ ആൻസർ? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ 4 സ്റ്റേജസിനെയും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് 0 to 2 ഒരു കുട്ടി ജനിച്ച് 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസറി മോട്ടോർ എന്ന വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു സെൻസറി എക്സ്പീരിയൻസ് ഉണ്ടാകും, പിന്നെ ഒരു മോട്ടോർ ആക്ടിവിറ്റി ഉണ്ടാകും. ഇതിലൂടെയാണ് കുട്ടിക്ക് ചുറ്റിനുമുള്ള ലോകമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സെൻസറി എക്സ്പീരിയൻസസ് ആൻഡ് മോട്ടോർ ആക്ടിവിറ്റീസ്. കൂടാണ്ട് തന്നെ മെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റേജിൽ വരുന്ന കാര്യമാണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ ഒളിച്ചേ കണ്ടേ പീക്കബൂ എന്ന് പറയുന്നൊരു ഗെയിം കളിക്കാറുണ്ട്. നമ്മൾ കളിക്കുമ്പോൾ നമുക്കത് കോമൺ ആയിട്ട് തോന്നും, കുട്ടീനെ എന്റർടൈൻ ചെയ്യിക്കാനായിട്ടുള്ള ഒരു ഗെയിം ആയിട്ട് തോന്നും. പക്ഷെ കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ, ഒരു 6 മാസം വരെയുള്ള കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുവാണെങ്കിൽ, നമ്മൾ ഒരു കുട്ടിയുടെ മുമ്പിൽ നമ്മൾ ഒളിച്ചേ എന്ന് പറയുമ്പോൾ അത്രയും നേരം ആ കുട്ടിയുടെ മുമ്പിൽ ഉണ്ടായ വ്യക്തി ഒളിച്ചേ എന്ന് പറയുമ്പോൾ മുമ്പിൽ ഇല്ലാത്ത പോലെയാണ് ആ കുട്ടിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം എൻ്റെ മുമ്പിൽ ഈ ഒരു പെൻ ഉണ്ടായിരുന്നു, ഞാനിത് മറിക്കുമ്പോൾ ആ കുട്ടിക്ക് ആ പേന അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. അതിനെയാണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്. ഒരു 2 വയസ്സ് കഴിയുന്നതോടു കൂടിയാണ് ഒബ്ജക്ട് പെർമനൻസ് ആ ഒരു കുട്ടി അച്ചീവ് ചെയ്യുക. അപ്പോൾ ഒബ്ജക്ട് പെർമനൻസ് അച്ചീവ് ചെയ്യുന്നതോടുകൂടി സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ എൻഡ് ആണ് പിയാഷെ പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 to 7 ഇയേഴ്സ് ആണ്. 2 to 7 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ പ്രീ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോജിക്കൽ റൂൾസ് ഉപയോഗിക്കുക, അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കെൽപ്പിലേക്ക് എത്തുക. അതിനെയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റേജിനാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും? നമ്മൾ പറഞ്ഞ പോലെ സിമ്പിൾസും ലാംഗ്വേജും സയൻസും ഉപയോഗിച്ചിട്ടായിരിക്കും ആ കുട്ടി ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലുള്ള, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് അതാണ് ആ ഒരു കുട്ടിയുടെ ഒരു സിറ്റുവേഷൻ. അതായത് 2 മുതൽ 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ കാണുന്നത് അതാണ് സത്യം. മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ് ആ കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അനിമിസം. ഏതൊരു വസ്തു മൂവ് ചെയ്യുന്ന ഏതൊരു വസ്തുവിനെ കണ്ടാലും അതിന് ജീവനുണ്ട് എന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത്. അതിനെയാണ് അനിമിസം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെൻട്രേഷൻ ആണ്. സെൻട്രേഷൻ പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു മാമ്പഴം എടുത്തു, എന്നിട്ട് ഈ 2 മുതൽ 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു മാമ്പഴം കട്ട് ചെയ്തിട്ട് നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു കൊടുത്തു. ഒരു മാമ്പഴത്തിന്റെ ഒരു സ്ലൈസ് ആണ് നമ്മൾ ക്യൂബായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ കുട്ടിക്ക് കൊടുത്തു, എന്നിട്ട് അതിന്റെ മറ്റു സ്ലൈസ് നമ്മളും എടുത്തു. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ എന്താ? എനിക്ക് 9 പീസ് ഉണ്ട്, അമ്മയ്ക്ക് 1 പീസ് ഉള്ളൂ. അപ്പോൾ കുട്ടി എന്താ വിചാരിക്കുന്നത്? എനിക്കാണ് കൂടുതൽ, അമ്മയ്ക്ക് 1 ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് കുട്ടിക്ക് മനസ്സിലാകുന്നത്. കുട്ടി എന്താണ്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. അതിന്റെ ക്വാണ്ടിറ്റിനെ കുറിച്ച് കുട്ടി ചിന്തിക്കുന്നില്ല. ഇതിനെയാണ് സെൻട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിന്റെ ഒരു ഫീച്ചറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് സെൻട്രേഷൻ സംഭവിക്കുക. ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് കൺസർവേഷൻ എന്ന് പറയുന്നത്. കൺസർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഡയാമീറ്റർ കൂടുതലുള്ള ഒരു പാത്രവും അധികം ഡയാമീറ്റർ ഇല്ലാത്ത ഒരു പാത്രവും എടുത്തു.
എന്നിട്ട് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തു. ഇതേ അളവിലുള്ള വെള്ളം ഈ ഒരു ടംബ്ലറിലും നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ കുട്ടീനോട് ചോദിക്കുകയാണ് ഇതിൽ ഏതിലാണ് കൂടുതൽ വെള്ളം ഉള്ളതെന്ന് ചോദിച്ചാൽ കുട്ടി പറയും ഈ വലുതിലാണുള്ളത്. കാര്യം രണ്ടിൻ്റെയും എമൗണ്ട്, അതിൻ്റെ കപ്പാസിറ്റി ഒന്നാണ്, പക്ഷേ ഈ ഒരു നീളത്തിലും ആണ് കാര്യം. കുട്ടിയുടെ പെർസെപ്ഷൻ പോകുന്നത് ഈ ഒരു നീളത്തിലാണ്, ഇതിൻ്റെ ലെങ്തിലാണ് കുട്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പറയും ഇതിലാണ് കൂടുതൽ വെള്ളം എന്നുള്ളത്. ഇതൊരു കൺസർവേഷൻ എറർ ആണ്. അതായത് മറ്റൊരു അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാലും അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഒരു വ്യത്യാസം വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് കൺസർവേഷനിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൺസർവേഷൻ എപ്പോഴാണ് നമുക്ക് അച്ചീവ് ആകുക? നമ്മുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ സെൻട്രേഷനും കൺസർവേഷനും അച്ചീവ് ആകുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 7 to 11 years ആണ്. 7 to 11 years എന്ന് പറയുമ്പോൾ എന്താണ്? സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന കാര്യമാണ്. കാര്യമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ടീച്ചേഴ്സ് ആയിട്ടുണ്ടാകും, ക്ലാസ്മേറ്റ്സ് ഉണ്ടാകും, ഫ്രണ്ട്സ് ഉണ്ടാകും, അവരായിട്ടുള്ള ഇൻറ്ററാക്ഷൻ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രേഷനും കൺസർവേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, കുറച്ചുകൂടി മെച്ചപ്പെടുന്നത്. സെൻട്രേഷൻ എറർ സംഭവിക്കില്ല, കൺസർവേഷൻ എറർ സംഭവിക്കില്ല. അതൊക്കെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് സംഭവിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ ലോജിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ബെറ്റർ തിങ്കിങ് സ്റ്റേജിലേക്കാണ് കുട്ടി എത്തിച്ചേരുന്നത്. അത് കൂടാണ്ട് തന്നെ കുട്ടിക്ക് ഓരോ കാര്യങ്ങൾ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഇന്ന് ഹൈറാർക്കി ഇങ്ങനെയാണ്, ഇതിൻ്റെ മുകളിൽ ഇതാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫേമിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ, സ്കൂളിലെ കാര്യങ്ങൾ ഹൈറാർക്കി എങ്ങനെയാണെന്നൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ്, പിയാഷെയുടെ ലാസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ പറയുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫോർമൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡോളസെന്റ് പീരീഡ് ആണ്, 11+ ആണ്. എന്താണ് ഫോർമൽ ഓപ്പറേഷനിൽ കുറച്ചുകൂടി അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഓണസ്റ്റി, ഫ്രീഡം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഹൈപ്പോതെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്ങും നമ്മുടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സെൻസറി മോട്ടോ സ്റ്റേജിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ വരുന്ന സ്റ്റേജസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എനിത്തിങ് ക്യാൻ ബി തോട്ട് അറ്റ് എനി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ദീസ് വേർഡ്സ് ആർ ബൈ. ആരാണ് ഈ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കീ ടേംസിലേക്ക് ഫോക്കസ് കൊടുക്കാം. എനിത്തിങ് ക്യാൻ ബി തോട്ട് അറ്റ് എനി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. എനി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഡെവലപ്മെന്റിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ്? ജീൻ പിയാഷെ ഉണ്ട്, ഡേവിഡ് ഓസ്ബെൽ ഉണ്ട്, ജെറോം ബ്രൂണർ ഉണ്ട്, P.F. സ്കിന്നർ ഉണ്ട്. ഡെവലപ്മെന്റിനെ കുറിച്ച് ആയതുകൊണ്ട് നമുക്ക് സ്കിന്നർ അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താണ്? സ്കിന്നർ ലേണിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഓപ്പറേറ്റിംഗ് കണ്ടീഷനിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വരുമ്പോൾ ഡേവിഡ് ഓസ്ബെൽ എന്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മീനിങ് ഫുൾ ലേണിംഗ് തിയറിനെ കുറിച്ചാണ് ഡേവിഡ് ഓസ്ബെൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡേവിഡ് ഓസ്ബെലും അല്ല. പിന്നെ വരുന്ന രണ്ടാൾക്കാരാണ് ജീൻ പിയാഷെയും ജെറോം ബ്രൂണറും. ജീൻ പിയാഷെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്റ്റേജിൽ ഇന്ന കാര്യം മാത്രമേ സംഭവിക്കുന്നുള്ളത് കറക്റ്റായിട്ട് ജീൻ പിയാഷെ പറഞ്ഞിട്ടുണ്ട്. സെൻസറി മോട്ടോറിൽ ഇന്ന കാര്യം, പ്രീ ഓപ്പറേഷനിൽ ഇങ്ങനെ കാര്യം, അങ്ങനെ കറക്റ്റായിട്ട് ജീൻ പിയാഷെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? ജെറോം ബ്രൂണർ ആണ് ഈ ഒരു വാക്യം പറഞ്ഞത്. എന്താണ്? എനിത്തിങ് ക്യാൻ ബി തോട്ട് അറ്റ് എനി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത് ആരാണ്? ജെറോം ബ്രൂണർ ആണ്. അപ്പോൾ ആരാണ് ഈ ജെറോം ബ്രൂണർ? ജെറോം ബ്രൂണർ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹം ലേണേഴ്സിന് കുറച്ചുകൂടി ആക്റ്റീവ് തിങ്കേഴ്സ് എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. അദ്ദേഹം ഒരു 3 മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു കോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ മോഡൽ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് എനാക്റ്റീവ് മോഡൽ, 2 ഐക്കോണിക് മോഡൽ, 3 സിംബോളിക് മോഡൽ. ഈ 3 കാര്യങ്ങളിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, എനാക്റ്റീവ് മോഡലിൽ കൂടുതലും നമ്മൾ ഫിസിക്കൽ ഇൻട്രാക്ഷനിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഐക്കോണിക് മോഡലിലാണെങ്കിലോ നമ്മുടെ സെൻസറി ഐക്കോണിക് മെമ്മറി അല്ലെങ്കിൽ സെൻസറി ഇമേജസിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സിംബോളിക് ആകുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടു. നമ്മൾ വേർഡ്സ്, മാത്തമാറ്റിക്കൽ സിമ്പിൾസ് അതൊക്കെ നമ്മൾ കൂടുതലും മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു പീരീഡിലാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ്, ഈ ഒരു മോഡിലാണ് നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ ഓപ്ഷൻസിൽ വരുന്ന ബാക്കി 3 പേര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ജീൻ പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡേവിഡ് ഓസ്ബെൽ ആണെങ്കിൽ എക്സ്പോസിറ്ററി മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ലേണിംഗ് തിയറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ B.F. സ്കിന്നർ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ
characteristics that are consistent and stable over long period of a person's life. വിച്ച് പേഴ്സണാലിറ്റി അപ്രോച്ച് ഈസ് ഏത് പേഴ്സണാലിറ്റി അപ്രോച്ച് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ മെയിൻ ടേംസിനെ ഫോക്കസ് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൺസിസ്റ്റന്റുമാണ്, സ്റ്റേബിൾ ഓവർ ലോങ് പീരീഡ് ഓഫ് എ പേഴ്സൺസ് ടൈം. അതായത് സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെ തന്നെ നമ്മൾ എന്താണ് പറയുന്നത്, ട്രേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ട്രേറ്റ് അപ്രോച്ച് ആണെന്ന്. കാരണം ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ഒരിക്കലും ആവില്ല. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ഇങ്ങനെ സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊന്നുമല്ല ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം. പിന്നെ അടുത്തത് ടൈപ്പ് അപ്രോച്ച് ആണ്. ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ട്രേറ്റിന്റെ കോമ്പിനേഷനാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് ആണ്. സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഫ്രോയിഡിന്റെ ആണ്, നമുക്കറിയാം. ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ, ആ കാര്യങ്ങളൊക്കെയാണ് പേഴ്സണാലിറ്റിയിൽ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ, ട്രേറ്റ് അപ്രോച്ച് ആണ്. അപ്പോൾ ട്രേറ്റ് അപ്രോച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത കുറച്ച് സൈക്കോളജിസ്റ്റിനെ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ റേമൻ കാറ്റൽ, ഗോർഡൻ ആൽപോർട്ട്, ബിഗ് 5 ഫാക്ടേഴ്സ്, ഓഷ്യൻ മോഡൽ എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ട്രേറ്റ് അപ്രോച്ചിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തത് സൈക്കോ അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ വരുന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അതിനുശേഷം നിയോ ഫ്രോയിഡൻസ് എന്ന് പറയുന്ന എറിക് എറിക്സൺ, കാൾ യൂങ്, ആൽഫ്രഡ് ആഡ്ലർ, കാരൻ ഹോണെ. പിന്നെ ടൈപ്പ് അപ്രോച്ച് വരുമ്പോൾ നമുക്ക് ഹിപ്പോക്രേറ്റ്സിന്റെ മെലങ്കോളിക്, കോളറിക്, ഫ്ലെഗ്മാറ്റിക്, സാങ്ക്വിൻ, അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഷെൽഡിന്റെ ടൈപ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ടൈപ്പ് അപ്രോച്ച് ഓഫ് പേഴ്സണാലിറ്റിയിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഇൻ ഇന്റലിജൻസ് ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ്. ആരാണ് ഇന്റലിജൻസിലെ 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞ തിയറി കൊണ്ടുവന്നത്? അതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ആരൊക്കെയാണുള്ളത്? ഗിൽഫോർഡ് ഉണ്ട്, സ്പിയർമൻ ഉണ്ട്, സ്റ്റേൺബർഗ് ഉണ്ട്, തേഴ്സ്റ്റൺ ഉണ്ട്. അപ്പോൾ ഇന്റലിജൻസ് തിയറിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു നോളജ് ഉണ്ടാവണം. ആരൊക്കെ എന്ത് തിയറിയാണ് പ്രപ്പോസ് ചെയ്തതെന്നുള്ളൊരു ഐഡിയ നമുക്ക് കറക്റ്റ് ആയിട്ട് വേണം. അപ്പോൾ 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആണ്, അതാണ് നമ്മുടെ ക്യൂ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് നോക്കുകയാണെങ്കിൽ ആരായിരിക്കും? തേഴ്സ്റ്റൺ ആണ്. ലൂയി ലിയോ തേഴ്സ്റ്റൺ ആണ് 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞൊരു ഇന്റലിജൻസ് തിയറി കൊണ്ടുവന്നത്. എന്തൊക്കെയാണ് 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ്? വെർബൽ കോംപ്രിഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി, നമ്പർ ഫെസിലിറ്റി, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, അസോസിയേറ്റീവ് മെമ്മറി, പെർസെപ്ച്വൽ സ്പീഡ് ആൻഡ് റീസണിങ്. ഇത്രയുമാണ് ലൂയി ലിയോ തേഴ്സ്റ്റൺ കൊണ്ടുവന്ന 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. പിന്നെ നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായ ആൾക്കാരാണ് ഗിൽഫോർഡ്. ഗിൽഫോർഡ് എന്താണ് കൊണ്ടുവന്നത്? SOI മോഡലാണ്. എന്താണ് SOI മോഡൽ? സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ. അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ 3 ഡയമെൻഷൻസ് ഉണ്ട്: ഓപ്പറേഷൻ, കണ്ടന്റ്സ്, പ്രോഡക്റ്റ്. ഇത് മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷൻ, അതായത് ഇത് മൂന്നും കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു 180 പ്രൊഡക്ട്സ് ഉണ്ട്, 180 ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 180 ട്രേറ്റ്സ് ഉണ്ട്. അതിനെയാണ് അദ്ദേഹം ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ എൻറ്റൈറ്റി അല്ല, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 180 ഫാക്ടേഴ്സ് എന്നാണ് ഗിൽഫോർഡ് പറഞ്ഞത്. ഇനി അടുത്തത് സ്പിയർമാൻ ആണ്. സ്പിയർമാൻ 2 ഫാക്ടർ തിയറിയാണ്, ജനറൽ ഇന്റലിജൻസും സ്പെസിഫിക് ഇന്റലിജൻസും. അടുത്ത ആളാരാണ്? സ്റ്റേൺബർഗ്. സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറാണ്. അനലിറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, ക്രിയേറ്റീവ് ഇന്റലിജൻസ് ഉണ്ട്. അപ്പോൾ ഇന്റലിജൻസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ the concept of being able to successfully perceive and derive insight from visual data is dash intelligence. അതായത് എന്ത് ഇന്റലിജൻസ് ആണ് നമുക്ക് വിഷ്വൽ ഡാറ്റയിലൂടെ ഒരു കാര്യം കറക്റ്റായിട്ട് പെർസീവ് ചെയ്യാനും അതിൽ നിന്നും ഒരു ഇൻസൈറ്റ് ഡെറൈവ് ചെയ്യാനും സഹായിക്കുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ ഒരു ഇന്റലിജൻസിന്റെ ചോദ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഏത് ഇന്റലിജൻസ് ആണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണോ, അതോ 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആണോ? അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകണം. അപ്പോൾ ഏതാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടണം. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസിലുള്ളത്? ലോജിക്കൽ ഉണ്ട്, ലിംഗ്വിസ്റ്റിക്, സ്പേഷ്യൽ, നാച്ചുറലിസ്റ്റിക്. ബേസിക് കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വിഷ്വൽ ഡാറ്റയാണ്. വിഷ്വൽ ഡാറ്റ ആണെങ്കിൽ വിഷ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടേം ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ലോജിക്കൽ വരുമ്പോൾ നമുക്ക് വിഷ്വൽ ആണോ? അല്ല. ലിംഗ്വിസ്റ്റിക് ആണെങ്കിലോ, ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു ലാംഗ്വേജ് ബേസ്ഡ് ആണ്, അപ്പോൾ ലിംഗ്വിസ്റ്റിക്കും ആയിരിക്കില്ല. നാച്ചുറലിസ്റ്റിക് ആണോ? നാച്ചുറലിസ്റ്റിക് എന്തായിരിക്കും? നമ്മുടെ നേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ? സ്പേഷ്യൽ ആയിരിക്കും. സ്പേഷ്യൽ ആണ് എന്തിനും സഹായിക്കുന്നത്? ടു സക്സസ്ഫുള്ളി പെർസീവ് ആൻഡ് ഡിറൈവ് ഇൻസൈറ്റ് ഫ്രം വിഷ്വൽ ഡാറ്റ. അപ്പോൾ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ് നമുക്ക് ഇതിനെ സഹായിക്കുന്നത്. ഇത് ഹോവാർഡ് ഗാർഡനർ കൊണ്ടുവന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയാണ്. അദ്ദേഹം ആദ്യം 8 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആയിരുന്നു പ്രപ്പോസ് ചെയ്തത്. അതിനുശേഷം എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞൊരു ഇന്റലിജൻസും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് 9 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ? വിഷ്വൽ സ്പേഷ്യൽ, വെർബൽ ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ, ബോഡിലി കൈനസ്തെറ്റിക്, നാച്ചുറലിസ്റ്റിക്, മ്യൂസിക്കൽ, എക്സിസ്റ്റൻഷ്യൽ, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ. അപ്പോൾ ഇത്രയുമാണ്
നമ്മുടെ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറയുന്നത്. എന്തൊക്കെയാണ് ഇതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് എക്സാമിന് ഇനി 120 ഡേയ്സ് ആണുള്ളത്. ഇപ്പോഴേ നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലാണ് നമുക്ക് ഈസിലി സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ് ടു ഫേസ് ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ്സസ് ഉണ്ട്, 24/7 മെൻറ്റർഷിപ്പ് ഉണ്ട്, പിന്നെ കൂടാണ്ട് PDF നോട്ട്സ്, റെക്കോർഡ് ക്ലാസ്സസ്, വീക്ക്ലി എക്സാംസ്, ഇതെല്ലാം നമ്മൾ നൽകുന്നുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ ജനറൽ പേപ്പർ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബോട്ടണി, സുവോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇത്രയും സബ്ജക്ട്സിനാണ് നമ്മൾ ഈ സപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുന്നതിനായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പോരാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് കൂടി ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ ക്രിയേറ്റിവിറ്റി ഇൻ ദ റൈറ്റ് ഓർഡർ. ക്രിയേറ്റിവിറ്റിയുടെ ഏതാണ് ഓർഡർ? കുറച്ച് സ്റ്റേജസ് ഉണ്ട് ക്രിയേറ്റിവിറ്റിക്ക്, അത് നമ്മൾക്ക് അറിയാം. അതിനെ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻസിലുള്ളത്? ഇലുമിനേഷൻ, പ്രിപ്പറേഷൻ, വെരിഫിക്കേഷൻ, ഇൻക്യുബേഷൻ, ഇവാലുവേഷൻ. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, ആദ്യം നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പോൾ പ്രിപ്പറേഷൻ ആയിരിക്കും ആദ്യം വരിക, അല്ലേ? പ്രിപ്പറേഷന് ശേഷം ഇൻക്യുബേഷൻ എന്ന് പറയും. ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ, ഇന്ന കാര്യത്തിനെ കുറിച്ചാണ് എനിക്ക് ചിന്തിക്കേണ്ടത്, അപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങി, പക്ഷെ ഒരു പീരീഡ് ആകുമ്പോൾ ഞാൻ അതിലേക്ക് ചിന്തിക്കുന്നില്ല, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ഇൻക്യുബേഷൻ പീരീഡിലേക്കാണ് പിന്നീട് പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ആഹാ മൊമെന്റ് ഉണ്ടാകുകയാണ്. ഓ, ഇങ്ങനെയായിരുന്നു വേണ്ടത്, ഒരു ഇൻസൈറ്റ് കിട്ടുകയാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇല്ലുമിനേഷൻ ആണ്. ഇനി നമുക്ക് ഐഡിയ വന്നു, ഇനി അത് കറക്റ്റ് ആണോ നോക്കണമല്ലോ, അപ്പം നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. അതാണ് നാലാമത്തെ സ്റ്റേജ്. പിന്നെ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ വേരിഫൈ ചെയ്യും. നമ്മൾ കിട്ടിയ ഐഡിയ കറക്റ്റ് ആണോ എന്ന് നമ്മൾ വേരിഫൈ ചെയ്യും. അപ്പോൾ എന്താണ് ഓപ്ഷൻ വരിക? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലുമിനേഷൻ, ഇവാലുവേഷൻ, റിവിഷൻ അല്ലെങ്കിൽ വേരിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ PYQ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ ഇതുപോലത്തുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.